തല കറങ്ങണം എന്നാ പറഞ്ഞത്, തല കറങ്ങണം. നമുക്കൊരു ദിവസമൊക്കെ ഒന്ന് ഉല്ലസിക്കാൻ പോകണ്ടേ? ടോമി എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിള്ളേരൊക്കെയോ അവിടെ വന്നിട്ടുണ്ട്. എലിക്കുട്ടി അമ്മയ്ക്ക് ഇന്നലെ ഉറക്കമില്ലായിരുന്നു. എലിക്കുട്ടി അമ്മയ്ക്ക് ഇന്നലെ ഉറക്കമില്ലായിരുന്നു. രാവിലെ ഏറ്റവും പോന്നു, ഞാൻ ഏറ്റവും കൂടെ ഏറ്റവും പോന്നു. എന്നിട്ട് അടുക്കള വഴി എല്ലാം ഓടി നോക്കാം, അവിടെ എല്ലാം പോയി നോക്കുന്നു. അമ്മേനെ കണ്ടില്ല, ആരെയും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് തപ്പി നടക്കുക. എന്നെ പിച്ചും പേയും ഒക്കെ പറയുമായിരുന്നല്ലേ. എന്തായിരുന്നു ഈ ചൂടൊക്കെ ആയിട്ട് ക്ഷീണമൊന്നും ഇല്ലേ? കൂടോ എന്നതാ പൊതിഞ്ഞിട്ടിരിക്കുന്ന കൂടല്ല, പല്ല് തേക്കുന്നില്ലെന്ന്. ഉറങ്ങാൻ പോവാണോ? കഴിക്കുന്നില്ലേ? വല്ലതും കഴിക്കണ്ടേ? അതിനാ പിന്നെയുള്ളോ? ഇന്നലെ വൈകിട്ട് ഉറങ്ങാത്തതിനെ പകരമായിട്ട് ഉറങ്ങാനുള്ള പദ്ധതി ആയിരിക്കും അല്ലേ? വൈകിട്ട് ഉറങ്ങാത്തതിനെ പകരമായിട്ട് ഉറങ്ങാനുള്ള പദ്ധതി ആയിരിക്കും. ഇന്നലെ വൈകിട്ട് ഉറങ്ങിയില്ലല്ലോ, ഇത് കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ഇന്നലെ വൈകിട്ട് ഭയങ്കര പിച്ചുമേം വർത്താനമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്ഷീണത്തിലോട്ട് ഉറക്കത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ ആയിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നടന്നായിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ പല്ല് തേച്ചാൽ കഴിച്ചാലോ? പല്ല് തേച്ചാൽ കഴിച്ചാലോ? പല്ല് തേച്ചിട്ട് കാപ്പി കുടിച്ചാലോ എന്ന്. കാപ്പി കുടിച്ചാലോ എന്നാണ് ചോദിച്ചേ. ആ എലിക്കുട്ടി കുടിക്കുന്നില്ലേ? അതിനാ ഉപവാസമാണോ? ആവശ്യമെടുക്കുമ്പോൾ അമ്മ എടുത്ത് കഴിച്ചോളൂ അല്ലേ? ആവശ്യപ്പെടുമ്പോൾ തൻ്റെ അടുത്ത് കഴിച്ചോളും. ആ അന്നേരം മേടിക്കാൻ ഇവിടെ ആൾ കാണണമെന്നുണ്ടോ? എപ്പോഴും ഇവിടെ ആൾ കുത്തിയിരിപ്പുണ്ടോ? ഇപ്പോൾ രാവിലെ കഴിക്കുന്ന സമയമാണ്. എന്നാൽ പല്ല് തേച്ചോ. വൽപ്പടി എടുത്തോട്ടോ കൊടുക്കടാ എലിക്കുട്ടിക്ക്. ആ പേപ്പർ ഇന്നത്തെ പേപ്പറല്ലേ. ഇന്നലെ വൈകിട്ട് ഉറങ്ങാൻ വരുന്നവരെയാ അല്ലേ? ആ ചൂട് കാരണം കിടക്കാൻ പറ്റുന്നില്ല, അതാണ് സത്യം. ആണോ? ആ അതാ അതിൻ്റെ ആയിരിക്കും. ആ അപ്പോൾ മൂഡ് മാറുന്നതാന്നേ അതിൻ്റെ വിഷയം. പല്ല് തേക്കട്ടെ, പൊടി തരട്ടെ? വേണ്ടേ? പല്ല് തേക്കുന്നില്ലേ? രാവിലെയാ ഇത് പല്ലൊന്നും തന്നതാ, പക്ഷെ മേടിച്ചില്ല. ഞാനിപ്പം ഒന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇന്നത്തെ രാത്രിയിലെ ഉറക്കമൊക്കെ പോയിട്ടില്ലെന്നോ അതെനിക്ക് തോന്നുന്നു. ആ ഇച്ചിരി നേരം കടന്നു പറഞ്ഞട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പള്ളിയിൽ പോവാ. ഉടക്കുവാനുള്ള ഭാവമാണെന്ന് തോന്നുന്നു. രാവിലെ പല്ല് തേക്കണ്ടേ? ഇല്ല തേച്ചില്ല. ഈ ഇപ്പം നേരം വെളുത്തേ ഉള്ളൂ. എന്തോ ഇപ്പം നേരം വെളുത്തേ ഉള്ളൂ. തേക്ക് വാ കഴിക്കണമെന്നിട്ട് വാ. പിന്നെ രാവിലെ അവിടെ തേക്കും. ആര് തേക്കാൻ? ഓരോ മണിക്കൂർ ഇടപെട്ടും തേക്കണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓരോ മണിക്കൂർ ഇടപെട്ട് വെള്ളം കുടിച്ചാൽ മതി. പല്ലൊന്നും തേക്കണ്ട ഈ കാലാവസ്ഥയിൽ. പല്ല് തേപ്പ് ഒന്ന് തേച്ചാൽ മതി. രാവിലെ വൈകിട്ട് 2 തേക്കണം. ഒന്നും രാവിലെ ഒന്ന് വൈകിട്ടും. വൈകിട്ട് പിന്നെ ആരും തേപ്പുകാർ കുറവാണ്. ഭയങ്കര ചൂടാണ്. എലിക്കുട്ടിക്ക് ചൂടൊന്നുമില്ലല്ലേ, അനങ്ങാതിരിക്കുമല്ലേ? എന്നിട്ട് വേർക്കുന്നില്ലല്ലോ. ആവിയല്ലേ, വെയിലല്ലേ? ഇതൊന്നും അറിയത്തില്ല. ഇവിടെ പുറത്തിറക്കി നിർത്തിയാൽ അറിയാം. പുറത്തിറക്കി നിർത്തിയാൽ എലിക്കുട്ടി ചാടി പരിക്കാത്ത കയറും അല്ലേ? ഇപ്പോഴത്തെ വെയിലൊന്നും കൊള്ളാൻ പറ്റിയില്ല. തല കറങ്ങണം എലിക്കുട്ടി, തല കറങ്ങണം, തല കറങ്ങണം. കഥ കടയ്ക്കാനല്ല, തല കറങ്ങണം എന്നാ പറഞ്ഞത്. തല കറങ്ങണം ചൂട് കൊണ്ട്. എനിക്ക് തല കറങ്ങുന്നെന്നാ പറഞ്ഞ. കഥ തുറന്ന കാര്യമല്ല പറഞ്ഞ. തലേ ഇന്നൊന്നും കേൾക്കില്ല. തല കറങ്ങണം എന്നാ പറഞ്ഞ. തല കറങ്ങണം എന്ന് ഇതാ പറയുന്ന. ചക്കേന്ന് കേൾക്കുമ്പോൾ പറയുമ്പോൾ അതെ, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കാനൊക്കെ അറിയാം. ജോമൻ എന്തിനാ ജോമനെ അവിടെ പോയിരിക്കുന്നത്?
ചുമ്മാ ആവശ്യമില്ലാതെ അമ്മയുടെ വായിരിക്കുന്ന വല്ല കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? പണ്ട് പോലെ ഇങ്ങനെ കേട്ട് ശീലിച്ചത് കൊണ്ട് പിന്നെ സാരയില്ല. കേൾക്കാത്തവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ അല്ല പിന്നെ എലിക്കുട്ടമ്മ നോക്കാൻ വന്ന് നിൽക്കണല്ലേ? കണ്ടുകൊണ്ട് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എലിക്കുട്ടമ്മേനെ ആവശ്യമുള്ളതെല്ലാം അങ്ങ് ചെയ്തു കൊടുക്കണം അല്ലേ എലിക്കുട്ടിയമ്മേ? കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ നോക്കി നിന്നിട്ട് വല്ല കാര്യമുണ്ടോന്ന്? ഒരു കാര്യമില്ല. വല്ല ആവശ്യപ്പെട്ടതൊക്കെ മേടിച്ചു കൊടുത്ത് അതിനെ സംരക്ഷിക്കണം. എലിക്കുട്ടി അമ്മയ്ക്കേ അമ്മയ്ക്ക് ആവശ്യമുള്ളതൊക്കെ വേണ്ടേ? ആ പൈസ ഇങ്ങോട്ട് കൊടുത്ത് ഓരോ സാധനങ്ങൾ ഇങ്ങ് മേടിച്ചു കൊടുക്കാനാ പറഞ്ഞത്. പൈസ ചെലവാകാനല്ലേ പൈസ ഉണ്ടാക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ? എന്താ എലിക്കുട്ടിയമ്മ ഇങ്ങനെയൊക്കെ പറയണു? ആര്? അവന് എലിക്കുട്ടിയമ്മയുടെ കാശുണ്ടോ? എലിക്കുട്ടിയമ്മയുടെ കാശുണ്ടോ? എവിടുന്നാ? എവിടുന്നാ? ഓ ബിസിനസ്. അത് എന്ത് ബിസിനസ് ആയിരിക്കും ഈ പ്രായമായപ്പോ ചെയ്യുന്നേ? അയ്യോ പ്രായമായില്ലേ? എന്നാ പ്രായമുണ്ട്? ഈ പ്രായത്തിൽ എന്തെല്ലാം കച്ചവടം. എലിക്കുട്ടിയമ്മയാ? ഞാനല്ല. ആ പിന്നെ അവതൊക്കൊച്ചാ? അതൊക്കെ പിന്നെ ഞങ്ങളുടെ ആ ഭാഗത്തുള്ളവർ. അമ്മയുടെ ഭാഗത്തുള്ളവർ കച്ചവടം നടത്തി അമ്മയ്ക്ക് എങ്ങനെ കൊണ്ടുതരാനാ? എനിക്ക് കൊണ്ടുതരല്ല. ആ അവർ നടക്കണം. അവരവര് ജീവിക്കുന്ന ആ എലിക്കുട്ടിയമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. എലിക്കുട്ടിയമ്മയ്ക്ക് ഉണ്ടെങ്കിൽ എലിക്കുട്ടിയമ്മയുടെ മക്കൾക്കുണ്ടെങ്കിൽ അല്ലേ കാര്യമുള്ളൂ. എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? എന്താ എലിക്കുട്ടിയമ്മ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് എന്റെ മക്കളൊക്കെ മേടിച്ചത്. ആ അതാ ഞാൻ പറഞ്ഞത്. ഒരു വഴക്കവും ഇല്ല. ഒരു കുഴപ്പവും ഇല്ല. വേണ്ടതൊക്കെ അറിഞ്ഞിങ്ങ് തരും അല്ലേ? തുണിക്ക് വേണ്ടതും തുണിച്ചേന് വേണ്ടതും ശരീരത്തിന് വേണ്ടതും ഒക്കെ തരും അല്ലേ? പിന്നെ മേടിച്ചത്. എത്ര മക്കളുണ്ട്? ഒരു 3 പേര്. എല്ലാവരും ഒരുപോലെയാണോ? 4 പേര്. എല്ലാവരും ഒരുപോലെയാണോ? എല്ലാവരും ഒരുപോലെയാണോ? എല്ലാവരും കൊണ്ട് തരുവോ? എല്ലാവരും എന്താ തരാണ്? ആരെങ്കിലും ഒരാള് തന്നാ മതി അല്ലേ? പിന്നെ എല്ലാവരും അമ്മയല്ലേ വളർത്തിയത്? ഞാനിത് മാത്രം കുടുംബമായിട്ട് ജീവിക്കല്ലോ. പിന്നെ എന്തിനാ എനിക്ക് എല്ലാരും കൊണ്ട്? എല്ലാരും ഒന്നും വേണ്ടേ? എല്ലാരും എന്താ അത്യാവശ്യം വന്നാൽ അവര് വന്ന് അന്വേഷിക്കും. അത്രയും മതിയല്ലേ? അടങ്ങണ്ട് ശരീരം കണ്ട് അങ്ങനെയൊക്കെ മതി. ഇവിടെ അതാ ആവശ്യം. ഓ എങ്ങനെയുണ്ട്? കണ്ടവരെല്ലാം വിളിച്ചിട്ടുണ്ട് നേരത്തെ അടക്കിട്ട് എന്നാ കിട്ടാൻ? കണ്ടവരല്ലേ മക്കളെയല്ലേ കാര്യം ഞാൻ പറഞ്ഞത്. മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞത്, കണ്ടവരുടെ കാര്യമല്ല പറഞ്ഞത്. എലിക്കുട്ടിയമ്മേ കഴിക്കാൻ വാ. ഞാനേ കണ്ടവരുടെ കാര്യമല്ല പറഞ്ഞേ, മക്കളുടെ കാര്യാ പറഞ്ഞേ. കഴിക്കാൻ വാ. എന്നാ കഴിക്കാൻ എടുക്കട്ടെ? കഴിക്കാൻ എടുത്തേക്കട്ടെ? പിന്നെ എപ്പോഴാ സമയം? 9 മണി. അന്നാ ജോമോമാന്റെ കൂടെ കഴിച്ചു. ഞാൻ കൊടുത്താടുന്നിരുന്ന് കഴിക്കുമെന്ന് തോന്നുന്നു. കഴിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇരുന്ന് കഴിച്ചാൽ 12 മണിയാകുമ്പോ ഉച്ചഭക്ഷണം കഴിക്കണ സമയല്ലേ? ഉച്ചഭക്ഷണം ചോറുണ്ടെന്ന സമയല്ലേ? ആ ഇത് രാവിലെ ഭക്ഷണത്തിനാ. ഇനി രാവിലത്തതാ. കഴിച്ചില്ല. വാ ഞാൻ പോവാ കേട്ടോ. ഞാൻ പോവാന്ന്. പിന്നെ എടുത്തു തരാനൊന്നും ഇവിടെ ആരുമില്ല. ഇവിടെ എടുത്തു തരാൻ എലിക്കുട്ടിയമ്മയ്ക്ക്. എലിക്കുട്ടിയമ്മ തന്നെ കയറി എടുത്തോളുവോ? എടുത്ത് കഴിക്കുവോ? ഞാൻ പള്ളിയിൽ പോവാ. കുർബാനയുണ്ട്. കുർബാന 1.5 മണിക്കൂർ വേണം. 1.5 മണിക്കൂർ വേണം. ആ അത് കഴിയുമ്പോ വന്ന് സമയം കഴിഞ്ഞു പോയല്ലേ? പിന്നെ ഉച്ചയായില്ലേ? രാവിലത്തെ കഴിക്കണ്ടേ? 1 മണിക്കൂർ. ആ 1.5 മണിക്കൂർ വേണം. കുർബാനയല്ല, 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. പാട്ട് കുർബാനയല്ലേ? ആണെങ്കിൽ 1-2 മണിക്കൂറൊക്കെ വരും. എന്നാ ആദ്യ കുർബാന സ്വീകരണം ഉണ്ട്. അപ്പൊ ഇനി സമയം കൂടും. ആദ്യ കുർബാന നമ്മുടെ ഇടവപ്പള്ളിയിലെ പിള്ളേരുടെ പിള്ളേരുടെ ആദ്യ കുർബാന സ്വീകരണം. അതിനാണ് പോണേ. എന്നെ എടുക്കട്ടെ? എടുക്കട്ടെ? അന്ന് വേണ്ടെന്നുള്ള രീതി തന്നെയാ. മനസ്സ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. രോഗം കഴിക്കുന്നതോടെ കൊടുത്താൽ മതി. ഇന്നത്തെ ഉറക്കം ശരിയായിട്ടില്ലെന്നേ. അതുകൊണ്ട് പിന്നെ രാവിലെ ആയാലും കിടന്ന് ഉറങ്ങണമല്ലേ? അതും ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും പുറകെ പോകുന്നു എന്റെ കൂടെ. ഡെയിലി എല്ലാം നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഉറക്കം ശരിയായിട്ടില്ല.
എന്തൊക്കെയായിരുന്നു കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ എന്തെല്ലാം മിച്ചുംപേയൊക്കെയാണ് പറഞ്ഞത്. ഏതാണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സാധാരണ പ്രാർത്ഥനയായിരുന്നു, ഇന്ന് പ്രാർത്ഥന മാറി സംസാരത്തിലോട്ട് പോയി. അതിനകത്ത് ശ്രദ്ധിക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞെന്നുള്ളത്. 10 മണിയാവുക, കഴിച്ചേക്കാം. 10 മണിയാവുക, കഴിച്ചേക്കാമായിരുന്നു. 10 മണിയാവുക, കഴിച്ചേക്കാന്ന്. 10 മണി ആ ആയിക്കോട്ടെ. ആയിക്കോട്ടെ എന്ന് കഴിക്കുന്നില്ലെന്ന്. എന്താ കഴിക്കാനുള്ളത്? കപ്പ, അമ്മയ്ക്ക് കപ്പ പുഴുങ്ങിയതും ചക്ക പുഴുങ്ങിയതൊക്കെ ഇഷ്ടം എന്നല്ലേ പറഞ്ഞത്? കപ്പയാ? ആ, ഉണക്കക്കപ്പ. പൊഴിച്ചോ, ഇത്ര ഉണക്കക്കപ്പ ഒഴുകിയിട്ടല്ലോ. എടുക്കട്ടെ? കുറച്ച് മതി. കുറച്ചല്ലേ കഴിക്കുള്ളൂ, അമ്മ ഒത്തിരി കഴിക്കല്ലോ. എനിക്ക് അവിടെ വന്നോണ്ട് വേറെ അത് അത് ഗുളികയ്ക്ക് കഴിക്കാൻ തന്നതാണ്. ആ ഇതൊന്നും നല്ലത്. ഇതിപ്പോ ഇതിന്റെ കൂടെ കഴിക്കാനാട്ടോ. മരുന്നിന്റെ കൂടെ മധുരമുള്ള വെള്ളം കുടിക്കാൻ പറ്റുമോ? ഭക്ഷണത്തിന്റെ കൂടെ മധുരമുള്ള വെള്ളം കുടിക്കാൻ പറ്റുമോ? ദൈവമേ, പൊട്ട് കഴിക്കാല്ലേ. ആ ഇപ്പൊ എല്ലാം കളറൊക്കെ നോക്കിട്ടാ. പേരിക്കുട്ടിയമ്മയ്ക്ക് ബുദ്ധിയില്ലേ? ആയിക്കോട്ടെ, കഴിക്കും. ആ വൈകിട്ട് വരും. അപ്പം അമ്മ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അമ്മ ഓർമ്മയുണ്ട്, എനിക്ക് തന്നോണ്ടിരിക്കുന്ന വെള്ളം വേറെയാണ്. ആ അതെ, അതൊക്കെ അറിയാന്നേ. അപ്പം അമ്മ ഇന്നലെ വൈകിട്ടത്തെ ക്ഷീണമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കപ്പയാന്ന് പറഞ്ഞപ്പോൾ അമ്മ കഴിക്കാൻ റെഡിയായി. ഇതുവരെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ്. അപ്പോൾ കപ്പയാന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മ റെഡി ആയിട്ടുണ്ട്. അമ്മ കഴിക്കാൻ വന്നിട്ടുണ്ട്. അതെ, ഇന്നലെ ഉറക്കത്തിൻ്റെ വിഷയം കാണും. ഉറങ്ങാവുന്നതിൻ്റെ മൂഡ് ഓഫ് കൊണ്ടൊരു പ്രശ്നമുണ്ട്. ആദ്യ കുർബാനക്കാർക്ക് കൊടുക്കാനുള്ള, ആദ്യ കുർബാനക്കാർക്ക്, ആദ്യ കുർബാന പിള്ളേർക്ക് സമ്മാനം കൊടുക്കാനുള്ളതാണേ. ആദ്യ കുർബാനയില്ലേ, ആദ്യ കുർബാന, ആദ്യ കുർബാനക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. ഞാൻ കഴിച്ച്, ഞാൻ അമ്മേനെ വിളിച്ചപ്പോ അമ്മ വന്നില്ല. എനിക്ക് പള്ളിയിൽ പോണോണ്ട് ഞാൻ കഴിച്ചു. ആ പിന്നെ ഞാൻ വിചാരിച്ചു ജോമോന്റെ കൂടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന്. ജോമോന്റെ കൂടെ ഇനി കഴിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് തന്നേച്ചു പോയത്. വേഗം കഴിക്കും, എനിക്ക് പോണം. ആവശ്യമുള്ളത് തിന്നോ, അത് നമുക്കിവിടെ പട്ടിയുണ്ട്, പട്ടിക്ക് കൊടുക്കാം. കഴിക്കുന്നതാണല്ലോ, പിന്നെ കഴിക്കുന്ന ഇച്ചിരേ ഉള്ളൂ, ഞാനത് ഇട്ടിട്ടുള്ളൂ. ആ അങ്ങനെ ആദ്യം ഒരു പറച്ചിലുള്ളതാണ്. അങ്ങനെ പറച്ചിലുള്ള മഴയും പെയ്യാലും മഴ അടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പത്രത്തേലും കേട്ടോ. എവിടെയൊക്കെ പെയ്താലും നമുക്കൊന്നും പെയ്യാലെന്ന് എനിക്ക് തോന്നുന്നു. അവസാനം പെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ സ്ഥലം. മഴ തീരെ ഇതുവായി പെയ്തൊന്നും നേരെ പെയ്തുമില്ലല്ലോ. ഇത്തരം മഴയൊക്കെ കണ്ണൂർക്കും കാസർഗോഡും ഒക്കെ പോയി പെയ്തെന്ന് തോന്നുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡൊക്കെ മഴ പെയ്തെന്ന് തോന്നുന്നു. വെള്ളത്തിനാ? ഓ, ഈ ചൂടത്തെ ഒത്തിരി ചൂടാക്കി അരച്ച വെള്ളമല്ലേ അത്? അത് തിന്നോ, ബാക്കിയുള്ളതോടെ വെച്ചേര്. അമ്മയ്ക്ക് വേണ്ടത് തിന്നാ മതി. എന്നാ കറി? ഇറച്ചിയാണോ? ആ, എന്നാ ഇറച്ചിയാ അറിയാവോ? കിള്ളിപ്പറിക്കണ്ട, ഇത് സമ്മാനം. ആദ്യ കുർബാന സ്വീകരിക്കുന്ന കൊച്ചിന് കൊടുക്കാനുള്ള സമ്മാന. ഇവിടുത്തെ പിള്ളേർക്ക് കൊടുക്കുന്നില്ല. നമ്മുടെ പിള്ളേരൊക്കെ ആദ്യ കുർബാന സ്വീകരിച്ചിട്ട് വർഷങ്ങളായി. നമ്മുടെ അയൽവക്കത്തുള്ള കൊച്ചിന് കൊടുക്കാനാ. പിന്നെ ഇവിടുത്തെ പിള്ളേരൊക്കെ വലുതായില്ലേ? ഇവിടുത്തെ പിള്ളേരെ ഏതാ അമ്മയ്ക്ക് അറിയാവോ? അറിയത്തില്ലല്ലേ? ഇപ്പം വന്നെ എലിക്കുട്ടി ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കം വരുന്നതിന് അമ്മയാണ് കിടക്കാൻ പോണത്. എനിക്ക് ഉറക്കം വരുന്നതിന് അമ്മ കിടക്കാൻ പോവാ. അമ്മയ്ക്ക് ഉറക്കക്ഷീണം ഉണ്ടെന്നേ. ഇന്നലെ വൈകിട്ട് ഉറങ്ങിയില്ലല്ലോ. എനിക്കും ഉണ്ടെന്നേ. വൈകിട്ട് വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥന പരിപാടിയിലായിരുന്നു. അല്ല, പ്രാർത്ഥന പോട്ടെ, പ്രാർത്ഥനയ്ക്ക് പകരമുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ സാധാരണ ഒത്തിരി നാളായിട്ടാണ് ഉണ്ടാകുന്നല്ലേ. അങ്ങനെ വിച്ചുമയും പറിച്ചില്ല അങ്ങനെ അതില്ലായിരുന്നു. എന്തായാലും കടന്ന ഉടനെ ഒക്കെ പറഞ്ഞു പോകുന്നതായിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും ഇത് കണ്ടമാനം നേരം
അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. ഒത്തിരി നേരത്തെ തുടർച്ചയായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയായിരുന്നു, ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു നമുക്ക്. അല്ല അത് നിന്നില്ലല്ലോ. ഇറച്ചി മുഴുവൻ പറക്കി തിന്നു. ഇല്ല ഉണ്ട്, ഇരിപ്പുണ്ട്, കഷ്ണം ഇരിപ്പുണ്ട്, 1-2 കഷ്ണം ഇരിപ്പുണ്ട്. എലിക്കുട്ടിയപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴാണോ ഗോവ കഴിക്കാൻ വന്നത്? അത് കുടിക്കാൻ തന്നല്ലേ? അത് കുടിക്കാനായിട്ട് തന്ന വെള്ളമല്ലേ? പിന്നെ കുടിക്കാൻ തന്നല്ലേ? അത് കുടിക്കുക. അമ്മ അവിടെ പോയി കഴുകുക, എന്നിട്ട് പഴുവിസിനെ പോയി കഴുകുക. അപ്പം അതൊക്കെ മറന്നാ? കഴുകുന്ന അവിടെയല്ലേ? കഴുകുന്ന അവിടെയാ കഴുകുന്നത്. അവിടെ പോയി കഴുകുക. ഇപ്പം ഇങ്ങനെ കുറേ നേരം കുത്തിയിരിക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കുത്തിയിരുന്ന് കഴിഞ്ഞിട്ടാണ് എലിക്കുട്ടിയമ്മ പോയി കൈയൊക്കെ കഴുകാനായിട്ട് പോകുന്നത്. കുറച്ച് നേരം അങ്ങ് ഇരിക്കും. പഴയ പോലെ പെട്ടെന്ന് ഏറ്റവും അങ്ങ് പോകുന്നില്ല. അത് ആദ്യ കുർബാനക്കാർക്ക് കൊടുക്കാനുള്ളതാന്നേ. ആദ്യ കുർബാനക്കാർക്കേ. അത് ഇന്ന് ഇല്ല, ജോമോള് പള്ളിയിൽ പോണ കാര്യം പറഞ്ഞില്ലേ? കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ? പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കാനുള്ളതാണ്. പള്ളിയിലല്ല, വീട്ടിലാ പരിപാടി. അല്ല ഇത് ഓബി വെള്ളം തുറന്ന് വെള്ളം പൊടിക്കോ? വെള്ളമില്ല, അടച്ചു പോയി. വെള്ളമില്ല. പോയി കിടന്ന് ഉറങ്ങിക്കോ നീ. ഇപ്പം വൈകിട്ട് ഉറങ്ങാത്തതല്ലേ കേട്ടോ. ഹലോ. ഇപ്പോൾ എലിക്കുട്ടിയമ്മ കാപ്പികൂടിയൊക്കെ കഴിഞ്ഞ് ഒന്നൊന്ന് കിടന്ന് മയങ്ങി. അപ്പോൾ അതുപോലെ മയങ്ങിയിട്ട് കുറച്ച് നേരം ഇല്ല നടന്നു. അത് കഴിഞ്ഞ് കുത്തിരിക്കണം. എല്ലാം പള്ളിയിൽ പോയേക്കാണല്ലോ. അത് കുർബാന പരിപാടിക്ക് പോയിരിക്കുന്നതുകൊണ്ട് എലിക്കുട്ടിയമ്മ നോക്കി നടന്നു. ഒന്നും ചോദിച്ചൊന്നുമില്ല കേട്ടോ. എന്നിട്ട് വന്ന് അല്ല, അമ്മ ഇന്നലെ ഉറങ്ങിയില്ലെന്നുള്ള കാര്യം പറയുക. ഇന്നലെ ഉറങ്ങാഞ്ഞോണ്ടേ, ഇന്നലെ വൈകിട്ട് ഉറങ്ങിയില്ലല്ലോ എലിക്കുട്ടിയമ്മേ. ഇന്നലെ വൈകിട്ട് ഉറങ്ങിയില്ലെന്നുള്ള കാര്യം പറയുക. ഉറങ്ങാഞ്ഞോണ്ട് ഇച്ചിരി നേരം കാപ്പി കുടിച്ച് കഴിഞ്ഞ് കിടന്ന് മയങ്ങിയ കാര്യമൊക്കെ പറയുക ചെയ്ത്. എലിക്കുട്ടിയമ്മേ ഇന്നലെ വൈകിട്ട് ഉറങ്ങിയില്ല, ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു. ഉറക്കത്തിലാണോന്ന് പറയത്തില്ല ഇനി. ഉറക്കത്തിൽ പറയണതായിരിക്കും. അതിലല്ലേ നമ്മൾ പിച്ചും പേന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം അത് കഴിഞ്ഞ് രാവിലെ ആയിട്ട് കാപ്പിയെ കുടിക്കുക, മടിയെ കാണിച്ചാലും കാപ്പിയെ കുടിച്ചിട്ട് ഒന്ന് മയങ്ങി. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് മയങ്ങി. എലിക്കുട്ടിയമ്മ അമ്മച്ചി അമ്മ മയങ്ങിന്നാ പറഞ്ഞ. ഇന്നലെ വൈകിട്ട് അധികം മയങ്ങിയില്ലല്ലോ. ഇന്നലെ വൈകിട്ടൊന്നും മയങ്ങിയില്ല, അതുകൊണ്ട്. ഉറങ്ങാൻ ഇന്നലെ ഏതാണ്ടൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കിടക്കുമായിരുന്നു. ചൂടിൻ്റെ കൊണ്ടാണോ എന്തുകൊണ്ടാണോ അപ്പം അക്കാര്യം പറയുക ചെയ്ത്. ഇപ്പം അനങ്ങാതെ കുത്തിയിരിക്കുന്നു അല്ലേ? ഇപ്പം അനങ്ങാതെ കുത്തിയിരിക്കുന്നു. നീ കിടന്ന് ഉറങ്ങിക്കോ, മയങ്ങിക്കോ, എന്നിട്ട് ഉറങ്ങിക്കോ. എന്നാ പ്രശ്നം ഉണ്ടാകാനാ? പള്ളിയിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. ആതിരപ്പള്ളി. ശരിക്കുള്ള സ്ഥലമൊന്നും ഞാൻ അത്ര കേട്ടില്ല. ആതിരപ്പള്ളി എവിടെയാടാ? വാഴച്ചാലുണ്ടോ? ആതിരപ്പള്ളി ഉണ്ട്, പിന്നെ കൊടുങ്ങല്ലൂരുണ്ട്, ചിറായി ബീച്ച് ഉണ്ട്. 3 ഞാൻ കേട്ടു. അവന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എനിക്കിങ്ങനെ കേൾക്കുമ്പോ ഞാനൊന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കും. ഞാനതിന് പള്ളിയിൽ നിന്ന് കുരിശ് വരച്ച് പോരാന്ന സമയത്താണ് അച്ഛനീ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അധികം എത്രയും കിട്ടിയില്ല ഇങ്ങോട്ട്. അപ്പം 2 ദിവസത്തിനുള്ളിൽ പേര് കൊടുക്കണം എന്നാ. 1 ഡേ ടൂറാണ്. എനിക്കൊക്കെ ഒന്ന് പുറത്തു പോകാൻ അവസരം കിട്ടുന്നത്. അപ്പൊ ഞാനൊന്ന് പോണം നടത്താണ്ടായിരിക്കുന്നു. അപ്പൊ അമ്മയോട് ഞാൻ ചോദിച്ചു പോരുന്നുണ്ടോന്ന്. അപ്പൊ അമ്മ പറഞ്ഞ് ഞാൻ പോന്നാൽ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന്. അമ്മയ്ക്ക് പോകാനെന്ന് ആഗ്രഹമുണ്ട്. അമ്മ പോരുന്നില്ലേ ടൂറിന്? ഉല്ലാസയാത്ര. നമുക്കൊരു ദിവസമൊക്കെ ഒന്ന് ഉല്ലസിക്കാൻ പോകണ്ടേ? നമ്മളെന്നും വീട്ടിലിരിക്കുവല്ലേ? നമുക്കൊന്ന് പോകണ്ടേ? പോകാം. തൃശ്ശൂർക്കാ. വെള്ളം കുടിച്ചോ? ഒരു ദിവസത്തെയാ. രാവിലെ പോയാൽ വൈകിട്ട് വരും. അമ്മ തന്നെ ഇവിടെ രോമാന്റെ കൂടെ ഇരിക്കേണ്ടി വരും. വിമാനം ഒന്ന് പരീക്ഷയുണ്ടോ? 1-ാം തീയതിയാണോ 7-ാം തീയതിയാണോ? ദിവസം എനിക്ക് തിരിഞ്ഞില്ല. പിള്ളേരൊന്നും അവൻ അങ്ങനെ പോയല്ല. അവനൊക്കെ ഇനി ഇഷ്ടം പോലെ അവസരങ്ങൾ കിടക്കുമല്ലേ പോകാൻ. എന്നപ്പോ പൊക്കോളും. ജോമോനാണെങ്കി അങ്ങ് ലോകം മുഴുവനും പോയിട്ട് വരുന്നിരിക്കുന്നതാ. ഓസ്ട്രേലിയ വരെ പോയി. പിന്നെ പോയിട്ട് ഇപ്പൊ 32 വർഷമായി അല്ലേ?
3 വർഷം കഴിഞ്ഞു. അവിടെ അധികം വഴിയൊന്നുമില്ല. ഇല്ലല്ലേ? ദേ ഇവിടെ ഇപ്പുറത്താ, ഉം. ഇപ്പുറത്തെ പറമ്പിലാ, ഓസ്ട്രേലിയ. കാണൊന്നുമില്ല. ആ അത് ഞാൻ പോയി കണ്ടതാ. ആണോ? അമ്മ പോയി കണ്ടോ? പിന്നെ ആ അത് ശരി. അത് ഞങ്ങളാരും അറിഞ്ഞില്ല കേട്ടോ, ഞങ്ങളാരും അറിഞ്ഞില്ല. ഞാൻ പോയതാണ്. ആണല്ലേ? അത് വന്നപ്പോ പോയപ്പോ. ആണോ? ആര് പോയി കൊണ്ടുപോയി? ജോലി പോയി. ആഹാ, ഓ അമ്മേനെ കൊണ്ടുപോയി. ഞങ്ങളാരും അറിഞ്ഞില്ല. ആ സ്വപ്നത്തിലെങ്ങാനും ആണോ? ഈ സ്വപ്നം കണ്ടതാണോ? ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെല്ലാരും ഞങ്ങള് മറ്റവരൊക്കെ ഓരോ കാര്യത്തിന് പോയിക്കായിരുന്നു. ഓ അതുകൊണ്ട് അമ്മ മാത്രം ഓസ്ട്രേലിയക്ക് പോയി. അവര് ടോമി അവിടെ ഉണ്ടായിരുന്നു. അവര് വന്നപ്പോഴത്തേനും ഞാൻ വന്നു. അമ്മയോട് പോകാൻ പറഞ്ഞല്ലേ, നമ്മൾ പോയില്ല. അവര് പോയിട്ട് വരേന് മുമ്പ് ഞാൻ വീട്ടിലുണ്ട്. ആണോ? ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോഴല്ലാതെ ഇങ്ങനെയുള്ളോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ ഞാൻ പൊക്കോട്ടെ? അമ്മ പോരുന്നില്ല? അമ്മ പോരുന്നുണ്ടോ? നീ എവിടെയാ? ഞാൻ പള്ളിയിൽ നിന്ന് ടൂർ പോവാ. പോവാണ്. ഇന്നൊന്നും അല്ല, 11-ാം തീയതിയാണ് 7-ാം തീയതിയാണോ അറിയത്തില്ല. അച്ഛനോട് വിളിച്ച് ചോദിക്കണം എന്നാന്ന്. അച്ഛനോടോ? 7-ാം തീയതി പോകണം. 7ആണോ 11ആണോന്ന് അറിയത്തില്ല. ഒന്നും കൂടെ ഉറപ്പിക്കണേ ഏതാന്ന് ദിവസം. തൃശ്ശൂർക്കാ. തൃശ്ശൂർക്കാണ്. ഓരോ സ്ഥലത്തേക്കാ. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ഥലത്ത് മാത്രമല്ലാതെ ഉള്ളൂ. ഇവിടെയൊക്കെ ഇവിടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ മറ്റേ പള്ളിയിലും അച്ഛന്മാര് വീട്ടിലോട്ട് വീട്ടിലെങ്ങും പോകുന്നില്ലോ. അവരൊക്കെ പോകുന്നുണ്ട്, അവരുടെ ആവശ്യ കാര്യങ്ങൾക്കൊക്കെ പോകും. ആവശ്യത്തിനൊക്കെ പോകുന്നേ. ആവശ്യത്തിനുള്ളൂ. എന്നാ പോട്ടെ കേട്ടോ, വേറെ പണിയുണ്ട്, പോവാ. ഞാനിവിടെ വീട്ടിലെ പണിയൊക്കെ ഉണ്ടെന്ന്. ഇവിടെയാ? മറ്റേ ഇതിന്റെ പണിയെല്ലാം കഴിഞ്ഞോ? ഏതിന്റെ പണിയാ? അടിച്ചു വാരിച്ചയോ? അതൊന്നും കഴിഞ്ഞില്ല, തുടങ്ങാൻ പോണതേ ഉള്ളൂ. തന്നെ ചെയ്തോ? തുടങ്ങാൻ പോണതേ ഉള്ളെന്ന്. കൂടുവോ? കൂടാവോ? കൂടാവോ? ഏലിക്കുട്ടിയമ്മ കൂടാവോ? എന്നാ ഏലിക്കുട്ടിയമ്മ ഇന്നലത്തെ വൈകിട്ടത്തെ പ്രകടനം പോലെയല്ല, ഇന്ന് പകൽ പ്രാർത്ഥനയിലാണ്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. കഞ്ഞിയെ കുടിച്ചു കഴിഞ്ഞ് ഉള്ള പ്രാർത്ഥനയാണ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. വിശായങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമേ. ആകാശങ്ങളിരിക്കുന്ന ബാബാതമ്പരാരെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഓരോരക്ഷരായ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഏകദൈവ ത്രയത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശുദ്ധമാനം അറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തമ്പുരാന്റെ കുട്ടിയല്ലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സാലപൂർച്ചയ്ക്ക് യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സകല ഹൃദയങ്ങൾക്കും അധിപതി കേന്ദ്രവുമായ ഈശോയുടെ തിരുവനന്തപുരമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണേ. പറയത്തിന്റെ വിലമേർത്തയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. വിശുദ്ധി അവസരപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ബാക്കി പോയിട്ട് സാധാരണ വൈകിട്ട് അല്ല, സാധാരണ വൈകിട്ട് കിടന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പകൽ പ്രാർത്ഥിക്കുന്നില്ല തന്നെ. പക്ഷെ ഇന്നലെ വൈകിട്ട് പ്രാർത്ഥനയില്ലായിരുന്നു. അവരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്നെന്തായാലും ഈ സമയത്താണ് പ്രാർത്ഥന ഇരുന്നത്. ഈശോയുടെ തിരുവനന്തപുരമേ ഞങ്ങളുടെ കൃപയായിരിക്കണേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ത്രയത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശുദ്ധമാന മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തമ്പുരാന്റെ ഉണ്ണിയന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.